ഫൈൻ ചെയ്യുന്നത് അവരുടെ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഒരിക്കലും കാണരുത്. അത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇത് നിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കാര്യമാണ്. ദിസ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നിന്നെക്കൊണ്ടൊരു പണിഷ്മെന്റ് അല്ല. നീ അത്രയും സമയം മൊബൈൽ കാണരുത്, അല്ലെങ്കിൽ മൊബൈൽ ഞാനിപ്പോൾ ഒരാഴ്ചക്ക് തരുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊരു നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത്രയും സമയം കാണാം, പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അവരൊരു അഡിക്ഷൻ സ്റ്റേജിലോട്ട് പോയിട്ട് പിന്നെ പറയുമ്പോൾ അത് അവർക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് ഇപ്പം വാട്സപ്പിൽ കൂടെയാണ് നോട്ട്സുകൾ വരുന്നത്. അപ്പോൾ ഒരിക്കലും അത് നിർത്താൻ പറ്റില്ല. ഇല്ല, അതിനൊക്കെ നമ്മളൊരു സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുക 7 to 8 ഈ വാട്സപ്പ് അങ്ങനെയുള്ള നോട്ട്സുകൾ നോക്കാനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങളുണ്ട് നോട്ട്സ് നോക്കണം എന്ന് വെച്ചാൽ എപ്പോഴും ഫോൺ എടുക്കും. അത് സമ്മതിക്കാതെ നമ്മളൊന്ന് എഴുതാൻ, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ എഴുതിപ്പിക്കുക. അതുപോലെ തന്നെ വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ മൊബൈൽ യൂസ് കുറയ്ക്കാൻ അവർ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആവുകയും കൂടെ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ടൈം നമുക്കിത് നോക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഒരു ടൈം ഫിക്സ് ചെയ്യുക. നമുക്ക് അവരെ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ മാറ്റാൻ പറ്റില്ല. കുറേ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുന്നത് ഇത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇതിനകത്ത് ഒരു പണിഷ്മെന്റ് അല്ല. ഇത് നിങ്ങൾക്ക് നല്ലതാണ്. ഭാവിയിൽ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ആവശ്യമുള്ള കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ പേരൻസും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളൊരു കാര്യം പറയുമ്പോൾ മൊബൈലിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് അവർ ഇഗ്നോർ ചെയ്യുവാണ്. അതും അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മാതൃകയായിരിക്കണം. നമ്മളെ ഫുൾ ടൈം റീൽസ് നോക്കിക്കൊണ്ടിരുന്നിട്ട് അവരോട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല.